അനീഷിനെ അറിയോ? അനീഷിനെ അറിയും. എങ്ങനെ അറിയായിരുന്നു? അനീഷ് എൻ്റെ അടുത്തുള്ള വീട്ടുകാരനാ. പിന്നെ എൻ്റെ മകളുടെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. എൻ്റെ ചെറിയ മോളുടെ ഒപ്പം പഠിച്ചിട്ടുള്ളതാ. പിന്നെ അവൻ്റെ അപ്പനായിട്ട് തന്നെ ഞാനും അവൻ്റെ അപ്പനും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാ. തറയിൽ വീട്ടുകാരാണ് ഇവിടെ കോടന്നൂർ അറിയപ്പെടുന്ന വീട്ടുകാരാ. കാണാറുണ്ടോ ബിഗ് ബോസ് ഒക്കെ? പിന്നെ സ്ഥിരം കാണുന്നതാ. അവൻ കപ്പടിക്കുന്നുള്ള ധാരണയില് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാരും നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. ബിഗ് ബോസിൽ കാണുന്ന ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണോ അനീഷ്? അതെ ഇങ്ങനെയാണ് അത്. എല്ലാം കൊണ്ടും പഠിക്കാനൊക്കെ ഉള്ളത് നല്ല മിടുക്കനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എല്ലാവരുമായിട്ട് അങ്ങനെ കറങ്ങി നടക്കണ ആളല്ല. വീട്ടിൽ ഒതുങ്ങിയിരുന്ന് സ്വന്തം കാര്യം അങ്ങനെ കഴിയുന്ന ആളാണ്. ഇപ്പൊ ബിഗ് ബോസിൽ എന്ന് പറയുമ്പോ അവർ ലോക പ്രശസ്തനായി മാറിയിരിക്കുക. അത്ര ഞങ്ങള് പ്രതീക്ഷിക്കാത്ത അത്ര നല്ലതാണ്. പിന്നെ അനീഷിനോട് എന്താ പറയാനുള്ളത്? അനീഷിനോട് പറയാനുള്ളത് അവൻ ഈ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കണത്, ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ കപ്പ് എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തില് ഞങ്ങൾ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ശരി, ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്. അനീഷിനെ പേഴ്സണലി അറിയുന്നവരാണോ? അവന്റെ അനിയനൊക്കെ നന്നായി അറിയുന്നതാണ്. എന്താണ് അനീഷിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല വ്യക്തി, നല്ല അതായത് നല്ലൊരു അവൻ്റെതായ അഭിപ്രായം കൊണ്ട് വരുന്ന വ്യക്തിയാണ്. ഈ ബിഗ് ബോസിൽ കാണുന്ന പോലെയാണ് ആളെ യഥാർത്ഥത്തിൽ? ആള് കുഴപ്പമില്ല, നല്ലൊരു പെരുമാറ്റം, നല്ലൊരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആണല്ലേ? ഈ ബിഗ് ബോസിനൊക്കെ നമുക്ക് കാണാം അനീഷ് കുഞ്ഞു കാര്യം ഒരേ കാര്യം തന്നെ പറഞ്ഞ് തർക്കിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അത് അങ്ങനെ അറിയില്ല. അത് അവൻ്റെതായ വ്യക്തിയായി വേറെ ഇതൊന്നും പെടില്ല. ആളുടേതായ സ്വന്തമായ ഒരു അഭിപ്രായം പറയുന്നതാണ്. ആൾക്ക് ഫ്രണ്ട് സോൺ ഒക്കെ തീരെ കുറവ്, ഭയങ്കര ചൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അവനായിട്ടാണ് കൂടുതൽ കാര്യങ്ങളെ അവനറിയണത്. ആണല്ലേ? എങ്ങനെയാണ് ഇപ്രാവശ്യം അനീഷിനെ കപ്പടിക്കുന്നത്? അത് ഇപ്രാവശ്യം എന്തായാലും അനീഷിനെയാണ് ബിഗ് ബോസിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുക, കപ്പടിക്കുക. എല്ലാവരും സപ്പോർട്ടാണ്. ഇവിടെ സപ്പോർട്ടാണ്. എവിടെ പോയാലും നമ്മൾ കണ്ടുപിടിച്ചാൽ ഇപ്പോൾ അനീഷാണല്ലോ, അവനാണല്ലോ ഇപ്രാവശ്യം കപ്പടിക്കുക. അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. വണ്ടിയോട് പോകുമ്പോഴും എല്ലാവരും പുറത്തേക്ക് പോകുമ്പോഴായാലും എല്ലാവരും കോടതിനെ കുറിച്ച് അനീഷിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്റ്റാർ തന്നെയാണ്. സ്റ്റാർ തന്നെയാണ്. ഓക്കെ താങ്ക് യു.